ചെറിയ ആഗ്രഹങ്ങൾ പോലും യാതൊരു തടസ്സവുമില്ലാതെ സാധിച്ചെടുക്കുന്ന ആളുകളെ കണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും അത്ഭുതപ്പെട്ടിട്ടുണ്ടോ? അവർ ചിന്തിക്കുന്നതെന്തും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ യാഥാർത്ഥ്യമാകുന്നതുപോലെ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇതേ ശക്തി നിങ്ങൾക്കും ലഭിച്ചാലോ? ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു ടെക്നിക്കിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അതും മണിക്കൂറുകളോ ദിവസങ്ങളോ കൊണ്ടല്ല, വെറും ചില മിനിറ്റുകൾക്കുള്ളിൽ. ഇത് കേൾക്കുമ്പോൾ ഇതൊരു മാന്ത്രിക വിദ്യയാണോ അതോ അത്ഭുതമാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാൽ അല്ല, ഇതൊരു മാജിക് അല്ല. മാനിഫെസ്റ്റേഷൻ വളരെ ലളിതമായൊരു സയൻസാണ്. ഇത് നമ്മുടെ ചിന്തകൾ, ഊർജ്ജം, വികാരങ്ങൾ, വിശ്വാസങ്ങൾ എന്നിവയുടെ ഒരു കളിയാണ്. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ശരിയായ ദിശയിലേക്ക് ഫോക്കസ് ചെയ്യാൻ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ പ്രപഞ്ചം നമുക്ക് നൽകാൻ തുടങ്ങുന്നു. ഇന്നുവരെ ആളുകൾ ഉപയോഗിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വേഗമേറിയതും ഫലപ്രദവുമായ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഇതിന്റെ റിസൾട്ട് ആളുകളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതിനു മുമ്പ് മാനിഫെസ്റ്റേഷനെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ പല ടെക്നിക്കുകളും പരീക്ഷിച്ച് മടുത്തവരാണെങ്കിലും, ഇന്നത്തെ ഈ അറിവ് നിങ്ങൾക്ക് ഒരു പുതിയ പ്രതീക്ഷ നൽകും. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിന് അതിവേഗം ഒരു പുതിയ ദിശ നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ തീർച്ചയായും കാണുക. ലോ ഓഫ് അട്രാക്ഷൻ എന്താണ്? നമ്മളിൽ ഭൂരിഭാഗം പേർക്കും ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ച് അറിയാം. വിഷ്വലൈസേഷൻ, സ്ക്രിപ്റ്റിംഗ്, അഫർമേഷൻസ് തുടങ്ങിയ പല ടെക്നിക്കുകളും നിങ്ങളും എപ്പോഴെങ്കിലും പരീക്ഷിച്ചിട്ടുണ്ടാകും. എന്നിട്ടും മനസ്സിലെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറുന്നില്ല, അല്ലേ? ശരിയായ സമയത്ത് ശരിയായ വികാരത്തോടെ എല്ലാം ചെയ്തുവെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നിട്ടും എന്തൊക്കെയോ അപൂർണമായി തുടരുന്നു. സത്യത്തിൽ ഈ ടെക്നിക്കുകൾ പരാജയപ്പെടുന്നില്ല. പ്രപഞ്ചത്തിന്റെ ശക്തിയെ സംശയിക്കുന്നത് തന്നെ തെറ്റാണ്. നക്ഷത്രങ്ങളെ അതിന്റെ സ്ഥാനത്ത് നിലനിർത്തുന്നതും കാലാവസ്ഥകൾ മാറ്റുന്നതും ജീവന് ജന്മം നൽകുന്നതും ഇതേ പ്രപഞ്ചമാണ്. പ്രപഞ്ചത്തിന് നിറവേറ്റാൻ കഴിയാത്തത്ര വലുതല്ല നമ്മുടെ ഒരാഗ്രഹവും. പിന്നെ എന്താണ് നമ്മെ തടയുന്നത്? അതിനുള്ള ഉത്തരമാണ് നമ്മുടെ സ്വന്തം ബിലീഫ് സിസ്റ്റം. നാം ആഗ്രഹിക്കുന്ന കാര്യത്തിന് നാം അർഹരാണെന്ന് വിശ്വസിക്കാൻ നമ്മെ അനുവദിക്കാത്ത ആ പഴയ ചിന്തകൾ, ഭയം, സംശയം, സെൽഫ് ഡൗട്ട് എന്നിവയാണത്. നമ്മൾ പുറമേ നിന്ന് ഒരുപാട് പരിശ്രമിക്കുന്നു, പക്ഷേ ഉള്ളിൽ നിന്ന് നമ്മെത്തന്നെ ആവർത്തിച്ച് നശിപ്പിക്കുന്നു. ചിലരുടെ മാനിഫെസ്റ്റേഷൻ തടസ്സപ്പെടുന്നതിന് കാരണമിതാണ്. ഇത് ടെക്നിക്കുകളുടെ കളിയല്ല, വിശ്വാസത്തിന്റെ കളിയാണ്. നമ്മൾ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യവുമായി നമ്മുടെ ഉള്ളിലെ ഫ്രീക്വൻസി മാച്ച് ആകുന്നതുവരെ മാനിഫെസ്റ്റേഷൻ വെറുമൊരു ആഗ്രഹമായി മാത്രം അവശേഷിക്കുന്നു. എന്നാൽ നിങ്ങളുടെ മൈൻഡ്സെറ്റ് ശുദ്ധവും ക്ലിയറുമാകുന്ന നിമിഷം നിങ്ങളുടെ ചെറിയ ആഗ്രഹങ്ങൾ പോലും യാതൊരു തടസ്സവുമില്ലാതെ നിറവേറാൻ തുടങ്ങും. അതിവേഗ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളുടെ തുടക്കം. ഇന്ന് നമ്മൾ വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്ന 3 ടെക്നിക്കുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇത് വെറുമൊരു സങ്കല്പമല്ല. ആയിരക്കണക്കിന് ആളുകൾ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അത്ഭുതകരമായ മാറ്റങ്ങൾ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ്. വെറുതെ സ്വപ്നങ്ങൾ കാണുക മാത്രമല്ല കാര്യം. ഈ ടെക്നിക്കുകൾ പലർക്കും വെറും 5 മിനിറ്റിനുള്ളിൽ റിസൾട്ട് നൽകിയിട്ടുണ്ട്. അതെ, 2-3 മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടതില്ല. ഞാനിപ്പോൾ ചിന്തിച്ചതേയുള്ളൂ, എനിക്കതിന്റെ ഉത്തരം ലഭിച്ചു എന്നാണ് ആളുകൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ടെക്നിക്കുകൾ ഇത്ര വേഗത്തിൽ പ്രവർത്തിക്കുന്നത് എന്നതാണ് ചോദ്യം. ഉത്തരം വളരെ ലളിതമാണ്. കാരണം ഇവ നിങ്ങളുടെ വൈബ്രേഷനെ വളരെ വേഗത്തിൽ ഷിഫ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ ഫ്രീക്വൻസിയെ നിങ്ങൾ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിന് തുല്യമാക്കുക എന്നതാണ് മാനിഫെസ്റ്റേഷന്റെ യഥാർത്ഥ രഹസ്യം. നമ്മൾ ഒരു കാര്യം വല്ലാതെ ആഗ്രഹിക്കുമ്പോൾ, പക്ഷേ ഉള്ളിൽ ഭയമോ സംശയമോ നിരാശയോ ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്രീക്വൻസി ആ ആഗ്രഹവുമായി പൊരുത്തപ്പെടുന്നില്ല. അതുകൊണ്ടാണ് കാര്യങ്ങൾ വൈകുന്നത്. എന്നാൽ ഈ 3 ടെക്നിക്കുകൾ നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും ഊർജ്ജത്തെയും ഒരേ നേർരേഖയിൽ കൊണ്ടുവരുന്നു. ഈ ടെക്നിക്കുകളെക്കുറിച്ച് നമുക്ക് വിശദമായി അറിയാം. ആദ്യത്തെ ടെക്നിക് വിസ്പർ ടെക്നിക്, അതായത് പ്രപഞ്ചത്തോട് മന്ത്രിക്കുക. പേരിലുള്ളതുപോലെ തന്നെ ലളിതവും എന്നാൽ വളരെ ഫലപ്രദവുമാണിത്. ഇത് ഒരുപക്ഷെ ഏറ്റവും എളുപ്പമുള്ളതും വേഗതയേറിയതും ഫലപ്രദവുമായ മാനിഫെസ്റ്റേഷൻ രീതികളിലൊന്നാണ്. മറ്റു പല ടെക്നിക്കുകളും പരാജയപ്പെട്ടുവെന്ന് തോന്നുന്നവർക്ക് പോലും ഇത് ഫലം നൽകും. കാരണം ഇതിന് കൂടുതൽ സമയമോ പ്രത്യേക പരിശീലനമോ ആവശ്യമില്ല. അതിനാൽ നമുക്കിത് വിശദമായി മനസ്സിലാക്കാം. ആദ്യം എന്താണ് ഈ വിസ്പർ ടെക്നിക് എന്ന് നോക്കാം. ഈ ടെക്നിക്കിൽ നിങ്ങൾ ഒരു ആഗ്രഹം തിരഞ്ഞെടുക്കുക. നിലവിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഏതെങ്കിലും ഒരു ആഗ്രഹം. ഈ ആഗ്രഹം സഫലമായെന്ന് വിശ്വസിച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന പ്രപഞ്ചത്തോട്ടോ ഈശ്വരനോടോ വളരെ ലളിതവും എന്നാൽ ഫലപ്രദവുമായ ഒരു വാചകം ഹൃദയത്തിൽ നിന്ന് പറയുക. ആ വാചകം ഇതാണ്: എന്റെ ആഗ്രഹം സഫലമായെന്ന് എനിക്ക് കാണിച്ചു തന്നതിന് ഈശ്വരന് നന്ദി. ഒന്ന് ശ്രദ്ധിക്കൂ, ഇവിടെ നിങ്ങൾ ഡിമാൻഡ് ചെയ്യുകയോ അപേക്ഷിക്കുകയോ അല്ല. നിങ്ങൾ പ്രപഞ്ചത്തോട് നന്ദി പറയുകയാണ്. നിങ്ങളുടെ ആഗ്രഹം ഇതിനകം സഫലമായതുപോലെ. ഇതാണ് നിങ്ങളുടെ എനർജിയെ ആഗ്രഹത്തിന്റെ ഫ്രീക്വൻസിയിലേക്ക് എത്തിക്കുന്ന ആ മൈൻഡ് ഷിഫ്റ്റ്. നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുകയല്ല ചെയ്യുന്നത്. ആ കാര്യം ഇതിനകം നേടിയെടുത്ത നിങ്ങളുടെ പൂർണ്ണമായൊരു വേർഷനെ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഈ ടെക്നിക് ഇത്ര വേഗത്തിൽ ഫലം കാണിക്കുന്നത്. ഈ ടെക്നിക് എപ്പോൾ എങ്ങനെ ഉപയോഗിക്കണം എന്നതാണ് ചോദ്യം. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടുമുൻപാണ് ഇത് ചെയ്യാനുള്ള ഏറ്റവും നല്ല സമയം.
നിങ്ങൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന ആ സമയത്ത് നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡ് ഏറ്റവും ആക്റ്റീവായിരിക്കും. കണ്ണുകൾ അടച്ച് മനസ്സ് ശാന്തമാക്കി 1-2 തവണ ഈ വാചകം ഹൃദയത്തിൽ നിന്ന് പറയുക. നിങ്ങൾക്ക് ഒറ്റത്തവണ പറയുമ്പോൾ വിശ്വാസം വരുന്നില്ലെങ്കിൽ 3 തവണ വരെ ഇത് ആവർത്തിക്കാം. എന്നാൽ എണ്ണത്തേക്കാൾ പ്രധാനം ഫീലിംഗും വിശ്വാസവുമാണെന്നോർക്കുക. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയാൻ താൽപ്പര്യമില്ലെങ്കിൽ നിങ്ങളുടെ മാതൃഭാഷയായ മലയാളത്തിൽ തന്നെ പറയാം. കാര്യം വാക്കുകളിലല്ല, വികാരത്തിലാണ്. ഇത് ശരിക്കും ഫലിക്കുമോ എന്ന് ചിലർ ചിന്തിച്ചേക്കാം. എണ്ണിയാൽ തീരാത്ത അത്രയും യഥാർത്ഥ ജീവിതാനുഭവങ്ങൾ ഈ ടെക്നിക്കുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഫോൺ ചാർജർ, നഷ്ടപ്പെട്ട സാധനങ്ങൾ, ഇഷ്ടപ്പെട്ട വ്യക്തിയിൽ നിന്നുള്ള കോൾ, പണത്തിന്റെ ആവശ്യം, പുതിയ വീടോ ജോലിയോ വരെ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് അവർ മാനിഫെസ്റ്റ് ചെയ്തുവെന്ന് ആളുകൾ പറയുന്നു, അതും നിമിഷങ്ങൾക്കുള്ളിൽ. ഇത് ഒരു മാന്ത്രിക വിദ്യയാണെന്നല്ല. ഈ ടെക്നിക്ക് നിങ്ങളുടെ ഉള്ളിലെ സംശയങ്ങളെ നീക്കി നിങ്ങൾ പ്രപഞ്ചവുമായി സിങ്കാകുന്ന ഒരിടത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളുടെ മനസ്സിൽ ചെറുതോ വലുതോ ആയ എന്തെങ്കിലും ആഗ്രഹമുണ്ടാകുമ്പോൾ ശാന്തമായി കണ്ണുകളടച്ചു പറയുക, എന്റെ ആഗ്രഹം സഫലമായെന്ന് എനിക്ക് കാണിച്ചു തന്നതിന് പ്രപഞ്ചത്തിന് നന്ദി. എന്നിട്ട് വിശ്വസിക്കുക, കാരണം പ്രപഞ്ചം കേൾക്കുന്നുണ്ട്. വളരെ പതുക്കെ, എന്നാൽ വളരെ ശ്രദ്ധയോടെ. രണ്ടാമത്തെ ടെക്നിക് 10K അഫർമേഷൻ അഥവാ റോബോട്ടിക് അഫർമേഷൻ. കേൾക്കുമ്പോൾ കുറച്ച് വിചിത്രമായി തോന്നാമെങ്കിലും ഈ ടെക്നിക് അത്രതന്നെ പ്രധാനപ്പെട്ടതും ഫലപ്രദവുമാണ്. പ്രത്യേകിച്ച് പഴയ വിശ്വാസങ്ങളെ തകർത്ത് പുതിയ പോസിറ്റീവ് ബിലീഫ് സിസ്റ്റം ഉണ്ടാക്കുന്ന കാര്യത്തിൽ. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സുഖമായാലും ദുഃഖമായാലും അതിന്റെ അടിസ്ഥാനം നിങ്ങളുടെ സബ്കോൺഷ്യസ് പ്രോഗ്രാമിംഗിലാണ്. ഈ പ്രോഗ്രാമിംഗ് കുട്ടിക്കാലം മുതൽ സമൂഹത്തിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും രൂപപ്പെടുന്നതാണ്. ഈ പ്രോഗ്രാമിംഗ് മാറ്റാത്ത കാലത്തോളം മാനിഫെസ്റ്റേഷന്റെ ഒരു ടെക്നിക്കും പൂർണ്ണമായും ഫലം നൽകില്ല. ഇവിടെയാണ് റോബോട്ടിക് അഫർമേഷൻ കടന്നുവരുന്നത്. ഈ ടെക്നിക്കിന്റെ അടിസ്ഥാനം വളരെ ലളിതമാണ്. ആവർത്തനമാണ് വിശ്വാസത്തിന്റെ മാതാവ്. നിങ്ങൾ എന്ത് കാര്യമാണോ നിങ്ങളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്, അതുതന്നെയാണ് ഒടുവിൽ നിങ്ങളുടെ വ്യക്തിത്വമായി മാറുന്നത്. ഉദാഹരണത്തിന്, എന്നെക്കൊണ്ട് ഒന്നിനും കഴിയില്ല, അല്ലെങ്കിൽ ഞാൻ പണത്തിന് അർഹനല്ല എന്നൊരു ആഴത്തിലുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടെന്ന് കരുതുക. ഇനി പുറമേ നിന്ന് നിങ്ങൾ എത്ര പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞാലും അത് ഉള്ളിലേക്കിറങ്ങാത്ത കാലത്തോളം പുറത്തുള്ള യാഥാർത്ഥ്യവും മാറില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ സബ്കോൺഷ്യസ് പ്രോഗ്രാമിങ്ങിനെ മാറ്റിയെഴുതാൻ കഴിയുന്ന ഒരു രീതി നിങ്ങൾക്കാവശ്യമുള്ളത്. അതാണ് 10K അഫർമേഷൻ ചെയ്യുന്നത്. ഈ ടെക്നിക്ക് എങ്ങനെ ചെയ്യാം? നിങ്ങളുടെ ആഗ്രഹത്തിന് അനുയോജ്യമായ ഒരു പോസിറ്റീവ് വാചകം ആദ്യം തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന്, ഞാൻ പണം ആകർഷിക്കുന്നു, എനിക്ക് എന്റെ സ്വപ്നജോലി ലഭിച്ചു, എന്റെ ശരീരം പൂർണ്ണ ആരോഗ്യത്തോടെയിരിക്കുന്നു. അതിനുശേഷം അത് തുടർച്ചയായി ആവർത്തിക്കുക. ഒരു റോബോട്ട് ആവർത്തിക്കുന്നത് പോലെ വേണം ഇത് ചെയ്യാൻ. നിങ്ങൾക്കിത് ഉറക്കെ പറയാം, എഴുതാം, അല്ലെങ്കിൽ മനസ്സിൽ ചിന്തിക്കാം. എന്നാൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുക എന്നതാണ് ഇതിലെ പ്രധാന കാര്യം. ദിവസവും കുറഞ്ഞത് 1000 തവണയെങ്കിലും ഇത് ചെയ്യുക. അല്ലെങ്കിൽ ഏതെങ്കിലും ദിവസം ഈ ഒരു കാര്യത്തിനായി മാത്രം 1-2 മണിക്കൂർ മാറ്റിവെക്കുക. പലരും ഇത് ഒന്നിച്ച് 10,000 തവണ വരെ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ 10K അഫർമേഷൻ എന്ന് വിളിക്കുന്നത്. വികാരങ്ങൾക്കോ വിഷ്വലൈസേഷനോ ഇവിടെ ആവശ്യമില്ല. തുടക്കത്തിൽ നിങ്ങൾ ഇതൊരു റോബോട്ടിനെ പോലെ യാന്ത്രികമായി ചെയ്യുമ്പോൾ ഇതിനോട് വൈകാരികമായ ഒരു അടുപ്പവും തോന്നണമെന്നില്ല. നിരന്തരമായ ആവർത്തനത്തിലൂടെ ഒരു പുതിയ വിശ്വാസത്തെ നിങ്ങളുടെ അവബോധമനസ്സിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മനുഷ്യന്റെ തലച്ചോറ് ആവർത്തനത്തിലൂടെയാണ് പഠിക്കുന്നത്. കുട്ടിക്കാലത്ത് നമ്മൾ പഠിച്ച ABCDയോ കണക്കുകളോ ഞാൻ നല്ല കുട്ടിയാണെന്നോ ഒക്കെ നമ്മൾ കാണാപാഠം പഠിച്ചതാണ്, അല്ലേ? നിന്നെക്കൊണ്ട് ഒന്നിനും കഴിയില്ല എന്ന ഒരു കുട്ടിയോട് ദിവസവും പറഞ്ഞാൽ അവൻ എന്തു വിശ്വസിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. അവനെ വീണ്ടും വീണ്ടും കേൾപ്പിച്ചത് തന്നെ അവൻ വിശ്വസിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ദിവസവും നിങ്ങളോട് തന്നെ ഒരു പുതിയ പോസിറ്റീവ് കാര്യം പറയുമ്പോൾ അത് പതുക്കെ സബ്കോൺഷ്യസ് മൈൻഡിലെ പഴയ പ്രോഗ്രാമിംഗിന്റെ സ്ഥാനമേറ്റെടുക്കും. ആദ്യ ദിവസം നിങ്ങൾക്കിതൊരു വിരസമായി തോന്നാം, അല്ലെങ്കിൽ എനിക്കതൊരു ഫീല് തരുന്നില്ല എന്ന് തോന്നാം. എന്നാൽ അവിടെയാണ് കാര്യം. നിങ്ങൾ ഫീൽ ചെയ്യാനല്ല, പ്രോഗ്രാമിംഗ് മാറ്റാനാണിരിക്കുന്നത്. ഈ പുതിയ വിശ്വാസങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉറച്ചുപോകുമ്പോൾ നിങ്ങളുടെ ചിന്തകളും തീരുമാനങ്ങളും പുറമേയുള്ള യാഥാർത്ഥ്യങ്ങളുമെല്ലാം മാറാൻ തുടങ്ങുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. ചില ആഴ്ചകളോളം ഈ ടെക്നിക് പിന്തുടർന്നപ്പോൾ തങ്ങളുടെ ചിന്തകളിൽ കൂടുതൽ വ്യക്തതയും ആത്മവിശ്വാസവും പോസിറ്റിവിറ്റിയും വന്നതായി ആളുകൾ പറയുന്നു. മുമ്പ് എവിടെയൊക്കെ അവർക്ക് നിരസിക്കലുകൾ നേരിടേണ്ടി വന്നോ അവിടെയൊക്കെ ഇപ്പോൾ അവസരങ്ങൾ കാണാൻ തുടങ്ങി. ഇതൊരു പെട്ടെന്നുള്ള അത്ഭുതമല്ല, ഇത് നിങ്ങളുടെ സബ്കോൺഷ്യസിനെ മാറ്റിയെഴുതിയതിന്റെ ഫലമാണ്. അതുകൊണ്ട് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ടെക്നിക്കിനെ നിസ്സാരമായി കാണരുത്. ദിവസവും ചെയ്യുക, നിർത്താതെ ചെയ്യുക, എന്നിട്ട് കാണുക. നിങ്ങളുടെ ചിന്താഗതി മാത്രമല്ല, നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറാൻ തുടങ്ങും, ഉള്ളിൽ നിന്ന് തന്നെ, വളരെ ശാശ്വതമായി. മൂന്നാമത്തെ ടെക്നിക്, റിവേഴ്സ് ടെക്നിക്. ഈ ടെക്നിക് മറ്റ് രണ്ടെണ്ണത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. വിസ്പർ ടെക്നിക്കിലും അഫർമേഷനിലും ആഗ്രഹത്തെ വീണ്ടും വീണ്ടും പറഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് പ്രപഞ്ചത്തിലേക്കെത്തിക്കുമ്പോൾ, റിവേഴ്സ് ടെക്നിക്കിൽ ആഗ്രഹത്തെ പിടിച്ചു നിർത്തുന്നതിനു പകരം അതിനെ വിട്ടുകൊടുക്കാൻ നിങ്ങൾ പഠിക്കുന്നു. കേൾക്കുമ്പോൾ ഇത് നേരെ വിപരീതമായി തോന്നും. അതുകൊണ്ടാണ് ഇതിന് റിവേഴ്സ് ടെക്നിക് എന്ന് പേരിട്ടിരിക്കുന്നത്. അതായത് ഇതുവരെ പഠിച്ചതിന്റെ നേരെ വിപരീതം ചെയ്യുക.
നമ്മളിലെല്ലാവർക്കും ഒരു സാധാരണ ശീലമുണ്ട്. നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ അത് ലഭിക്കാനുള്ള വ്യഗ്രതയിൽ നമ്മൾ മുഴുകിപ്പോകും. നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കും, വീണ്ടും വീണ്ടും പരിശോധിക്കും. എപ്പോഴാണ് കിട്ടുക? എന്തുകൊണ്ട് കിട്ടുന്നില്ല? എനിക്കിത് നഷ്ടപ്പെടുമോ എന്നൊക്കെ ചിന്തിക്കും. ഈ അമിതമായ ഉത്കണ്ഠയിൽ നാം അറിയാതെ തന്നെ നമ്മുടെ മാനിഫെസ്റ്റേഷനെ കൂടുതൽ അകറ്റുകയാണ് ചെയ്യുന്നത്. റിവേഴ്സ് ടെക്നിക് പറയുന്നത് വിട്ടുകളയുക എന്നാണ്. പൂർണ്ണമായും വിട്ടുകൊടുക്കുക. എന്നാൽ ഈ വിട്ടുകൊടുക്കൽ എന്ന് പറയുന്നത് ഓടിയൊളിക്കുകയോ അവഗണിക്കുകയോ അല്ല. ഇല്ലായ്മയിൽ നിന്നോ ഭയത്തിൽ നിന്നോ അപൂർണതയിൽ നിന്നോ വരുന്ന ആ ഊർജ്ജത്തെ ഉപേക്ഷിക്കലാണത്. ഞാൻ പൂർണ്ണമായും തൃപ്തനാണെന്നും എനിക്ക് ആവശ്യമുള്ളത് ശരിയായ സമയത്ത് എനിക്ക് ലഭിക്കുമെന്നുമുള്ള വിശ്വാസത്തോടെ നിങ്ങൾ ഒരു കാര്യത്തെ വിട്ടുകൊടുക്കുമ്പോൾ മാനിഫെസ്റ്റേഷൻ വളരെ അനായാസമായി നടക്കുന്ന ഒരു ഫ്രീക്വൻസിയിൽ നിങ്ങൾ എത്തിച്ചേരുന്നു. ഈ ടെക്നിക് പ്രാവർത്തികമാക്കിയാൽ 2 തരത്തിലുള്ള മാറ്റങ്ങൾ കാണാൻ കഴിയും. ഒന്നുകിൽ നിങ്ങൾ ഒരു ചെറിയ കുട്ടിയെപ്പോലെയാകും, ഒരു ഉത്കണ്ഠയുമില്ലാതെ കളിയായും പൂർണ്ണ വിശ്വാസത്തോടെയും. കുട്ടികൾക്ക് തങ്ങൾ ചോദിക്കുന്നത് ലഭിക്കുമെന്ന് അറിയാവുന്നതുപോലെ നിങ്ങളും പ്രപഞ്ചത്തെ വിശ്വസിക്കാൻ തുടങ്ങും. നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കില്ല, വീണ്ടും ചിന്തിക്കില്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതം ആസ്വദിക്കുക മാത്രം ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ ഒരു സന്യാസിയെപ്പോലെ ശാന്തനും തൃപ്തനുമായി മാറും. നിങ്ങളുടെ ഉള്ളിൽ അത്രത്തോളം പൂർണ്ണത അനുഭവപ്പെടാൻ തുടങ്ങും. പിന്നീട് യാതൊന്നും അത്യാവശ്യമായി തോന്നുകയേ ഇല്ല. ഒരു കാന്തം പോലെ കാര്യങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന വൈബ്രേഷൻ ഇതാണ്. ഇനി ഇതെങ്ങനെ ചെയ്യാം എന്നാണ് ചോദ്യം. റിവേഴ്സ് ടെക്നിക്കിന് കർശനമായ ഒരു രൂപമില്ല. എന്നാൽ ഇതിന്റെ അടിസ്ഥാനം ഇതാണ്. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൽ നിന്ന് വൈകാരികമായി അകന്നു നിൽക്കുക. അതായത് അതിനോട് ഒരു ആർത്തിയോ അതൊരു അത്യാവശ്യമാണെന്ന തോന്നലോ പാടില്ല. ഞാൻ ഓക്കെയാണ്, എല്ലാം നല്ല രീതിയിൽ നടക്കുന്നു, എനിക്കുള്ളത് എന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ഓർമ്മിപ്പിക്കുക. ഇത്തരം ചില വാചകങ്ങൾ നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് തന്നെ അനുഭവിക്കാൻ കഴിയും. എനിക്കിപ്പോൾ ഒന്നിന്റെയും ആവശ്യമില്ല, ഞാൻ പൂർണ്ണനാണ്, പ്രപഞ്ചത്തിന്റെ ടൈമിങ്ങിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു, ഞാൻ ആവശ്യപ്പെടാതെ തന്നെ എന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റപ്പെടുന്നു. റിവേഴ്സ് ടെക്നിക് എന്നത് ഉള്ളിൽ നിന്നുള്ള ഒരു റിലീസിംഗ് ആണ്. നിങ്ങൾ ആഗ്രഹത്തെ പിടിച്ച് വലിക്കുന്നതിന് പകരം അതിനെ കാറ്റിലേക്ക് പറത്തിവിടുന്നു. ഒരു ബലൂൺ പറത്തിവിടുന്നതുപോലെ. എന്നിട്ട് പുഞ്ചിരിയോടെ നിങ്ങളുടെ ജീവിതവുമായി മുന്നോട്ടു പോകുന്നു. നമ്മുടെ മനസ്സ് എപ്പോഴും കാര്യങ്ങളെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നതിനാൽ ഇതിന് കുറച്ച് പരിശീലനം വേണ്ടി വന്നേക്കാം. എന്നാൽ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഇത് എത്രത്തോളം പരിശീലിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ ആന്തരിക സമാധാനത്തിലേക്കും അലൈൻമെന്റിലേക്കും എത്തും. ഈ ടെക്നിക് പൂർണ്ണമായി മനസ്സിലാക്കാൻ നിങ്ങൾ കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം നിങ്ങൾ ശരിക്കും ഈ വിട്ടുകൊടുക്കൽ ഉള്ളിൽ നിന്ന് തന്നെ അംഗീകരിക്കുമ്പോൾ മാത്രമേ ഇതിന്റെ യഥാർത്ഥ മാജിക് പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതിനെ വെറുമൊരു സൂത്രപ്പണിയായി കാണുന്നതിന് പകരം ഇതൊരു ജീവിത രീതിയായി ഉൾക്കൊള്ളുക. ഓർക്കുക, നിങ്ങൾ എപ്പോഴാണോ കാര്യങ്ങൾ ചോദിക്കുന്നത് നിർത്തുന്നത് അപ്പോഴാണ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകാൻ തുടങ്ങുന്നത്. ഇതാണ് റിവേഴ്സ് ടെക്നിക്കിന്റെ യഥാർത്ഥ മാജിക്. നിങ്ങളുടെ മനസ്സിൽ ഒരു ആശയക്കുഴപ്പവും ഉണ്ടാകാതിരിക്കാനും നിങ്ങൾക്കേറ്റവും അനുയോജ്യമായ ടെക്നിക് വ്യക്തതയോടെ തിരഞ്ഞെടുക്കാനും വേണ്ടി നമുക്ക് ഈ 3 ടെക്നിക്കുകളിലൂടെയും ഒന്നുകൂടി കണ്ണോടിക്കാം. വിസ്പർ ടെക്നിക്. പെട്ടെന്ന് റിസൾട്ട് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ടെക്നിക് വളരെ അനുയോജ്യമാണ്. ഇതിൽ ദീർഘനേരം ധ്യാനിക്കേണ്ട കാര്യമില്ല, വാചകങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടതുമില്ല. നിങ്ങളുടെ ആഗ്രഹം ഇതിനകം സഫലമായെന്ന ഭാവത്തിൽ നിങ്ങൾ 1 പരമാവധി 3 തവണ പ്രപഞ്ചത്തോട് പറയുന്നു. എന്നെ വിശ്വസിക്കൂ. നിങ്ങളുടെ വിശ്വാസം ശുദ്ധമാണെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ഉത്തരം ലഭിച്ചേക്കാം. പലർക്കും ഇതൊരു ഗെയിം ചേഞ്ചറായി മാറിയ ഒരു ഷോർട്ട്കട്ട് പോലെയാണിത്. റോബോട്ടിക് അഫർമേഷൻ. തങ്ങളുടെ ഏറ്റവും വലിയ തടസ്സം സ്വന്തം വിശ്വാസങ്ങളാണെന്ന് അറിയുന്നവരിൽ ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ടെക്നിക് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ പഴയ വിശ്വാസങ്ങളെ മാറ്റി പുതിയതും ശക്തവുമായ വിശ്വാസങ്ങളെ സ്ഥാപിക്കാനുള്ള ഒരു മാർഗമാണിത്. ഇതിൽ വലിയ വികാരങ്ങളുടെയോ വിഷ്വലൈസേഷന്റെയോ ആവശ്യമില്ല. ആ വാചകം നിങ്ങളുടെ മനസ്സിൽ പതിയും വരെ വീണ്ടും വീണ്ടും ആവർത്തിക്കുക മാത്രമാണ് വേണ്ടത്. പതുക്കെ ഈ ആവർത്തനം നിങ്ങളുടെ ചിന്തയെയും വികാരങ്ങളെയും പിന്നെ നിങ്ങളുടെ യാഥാർത്ഥ്യത്തെയും മാറ്റാൻ തുടങ്ങും. റിവേഴ്സ് ടെക്നിക് ഏറ്റവും ലളിതവും എന്നാൽ ഏറ്റവും മാറ്റങ്ങൾ കൊണ്ടുവരുന്നതുമായ ടെക്നിക്കാണ് അടുത്തത്. നിങ്ങൾ ആർത്തിയോടെ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് എപ്പോൾ നിർത്തുന്നുവോ, എപ്പോഴാണോ പൂർണ്ണ വിശ്വാസത്തോടെയും സന്തോഷത്തോടെയും കാര്യങ്ങളെ വിട്ടുകൊടുക്കാൻ നിങ്ങൾ പഠിക്കുന്നത്, അപ്പോഴാണ് യഥാർത്ഥ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നത്. ഈ ടെക്നിക് നിങ്ങളെ ഒരു ഉത്കണ്ഠയുമില്ലാത്ത കുട്ടിയാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ സമാധാനം നിറഞ്ഞ ഒരു സന്യാസിയെപ്പോലെ തൃപ്തനായ ഒരു വ്യക്തിയാക്കുന്നു. നിങ്ങൾ ഒന്നിന്റെയും പിന്നാലെ ഓടുന്നത് നിർത്തുമ്പോൾ ആ കാര്യം തനിയെ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങും. ഇതാണ് ഈ ടെക്നിക്കിന്റെ യഥാർത്ഥ ശക്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയും ഈ ടെക്നിക്കുകളിൽ നിന്ന് പുതിയതായി എന്തെങ്കിലും അറിയാനോ അനുഭവിക്കാനോ സാധിക്കുകയും ചെയ്തെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായും മറക്കരുത്. ഓർക്കുക, പ്രപഞ്ചം എപ്പോഴും കേൾക്കുന്നുണ്ട്. ശരിയായ വൈബ്രേഷനിലേക്ക് വരിക എന്നത് മാത്രമാണ് ആവശ്യം. നിങ്ങൾ ഇതിനെല്ലാം അർഹരാണ്, പ്രാപ്തരാണ്. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറാൻ വളരെ അടുത്തെത്തിയിരിക്കുന്നു. പുതിയൊരു ഊർജ്ജവും പുതിയൊരു ടെക്നിക്കുമായി മറ്റൊരു വീഡിയോയിൽ വേഗം തന്നെ കാണാം. അതുവരെ നന്ദി. നിങ്ങളെത്തന്നെ ശ്രദ്ധിക്കുക.
വിശ്വാസം കാത്തുസൂക്ഷിക്കുക.